ഫാത്തിമ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തേ. ഫാത്തിമയ്ക്ക് കിട്ടില്ലൊക്കെ? കിട്ടുന്നുണ്ട്. ഗുഡ്. എന്റെ ക്യാമ്പയിനൊക്കെ ഹസ്ബൻഡിന് വേണ്ടി ചെയ്തു കൊടുത്താ? അയിമ തന്നെ ഇരിക്കണത്. പക്ഷേ അല്ല പഠിക്ക. സൂപ്പർ. പൂവർ ഗ്രീൻ ഗ്രാസ് 3mm ഓരോന്നിനും ഓരോ ക്യാമ്പയിനൊക്കെ ചെയ്ത് സൂപ്പറായത്. എത്ര 21 ക്യാമ്പയിനോ? ഗുഡ്. അപ്പൊ നല്ല ഐഡിയ കിട്ടിയിട്ടാവല്ലോ. ഐഡിയ കിട്ടി. അതാണ് പരിപാടി. ചെയ്യാൻ പറയുന്നതാ. ഞാൻ രണ്ട് വഴുക്ക് വെച്ച് പടക്കണ്ടപ്പോ എല്ലാരും ചെയ്തു കുറെ. ചെയ്യുമ്പോ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതിനാണ് ചെയ്യാൻ അതിൽ വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. അതിനൊരു നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണം. അത് കിട്ടി പിന്നെ നിങ്ങൾ ചെയ്യാം. ഇനി നിങ്ങളിപ്പോ ആ പൂവർ ഗ്രീൻ ഗ്രാസ് അത് എന്തിന്റെ ക്യാമ്പയിനാ? ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ. അല്ല, അത് എന്താ നിങ്ങളുടെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ ക്യാമ്പയിന്റെ? അതിന്റെ ട്രാഫിക്. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ ആ പൂവർ ഗ്രീൻ ഗ്രാസ് ഒന്ന് ഓപ്പൺ ചെയ്തേ. പൂവർ ഗ്രീൻ ഗ്രാസ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റുമ്പോ ക്ലിക്ക് ചെയ്യാന്നല്ലോ, അതുമ്പോ ക്ലിക്ക് ചെയ്യാന്നുള്ളത് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. രണ്ടും സെയിം ആണ്. ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങൾ അതുമ്പോ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അടുത്ത ഇതിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് ശരി. അപ്പൊ ആ ക്യാമ്പയിൻ ഓപ്പൺ ആയി. ഇനി നമുക്ക് അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യും. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പയ്യെ താഴേക്ക് താത്ത. നിങ്ങളുടെ വെബ്സൈറ്റിലേക്കാണ് ട്രാഫിക് വിട്ടേക്കണം അല്ലേ? താഴേക്ക് താത്ത, റൈറ്റ് സൈഡ് താഴേക്ക് താത്തിക്കോ. താഴേക്ക് താട്ടെ. പോരട്ടെ പോരട്ടെ പോരട്ടെ. കുറച്ച് താത്ത് മതി. അവിടെ പ്ലേസ്മെന്റ് ഉണ്ടോ? പ്ലേസ്മെന്റ് അവിടേക്ക് മൗസ് അവിടെ ഷോ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തേ. താഴേക്ക് താത്ത്. ഒന്നാമത് തന്നെ നിങ്ങൾക്ക് മൗസ് താത്താൻ അറിയില്ല. ഞാൻ എന്തിട്ട് ചെയ്യണേ? ഒന്നല്ലെങ്കിൽ ആ മൗസ് താഴെ ഇങ്ങനെ സ്ലോലി താത്താൻ പറ്റും. താഴേക്ക് താത്തി. എഡിറ്റിന്റെ പ്ലേസ്മെന്റ് മോളിലേക്ക് മൗസ് കൊണ്ടുവന്നേ. മുകളിൽ എഡിറ്റ് ചെയ്തിന്റെ അടുത്ത് അതിന്റെ മുകളിലാണോ? പയ്യം അത് നിങ്ങൾക്ക് മൗസ് ഉപയോഗിക്കാൻ അറിയില്ല, സ്ക്രോൾ ചെയ്യാൻ അറിയില്ല. നിങ്ങളൊരു സ്ഥലത്തേക്ക് ക്ലിക്ക് ചെയ്ത് അവിടെ പ്രസ് ചെയ്യണം. അങ്ങനെയല്ല, പയ്യെ മുകളിലേക്ക് കയറ്റാം. അതും കൂടിയൊക്കെ ഞാൻ ഇനി പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ ചില കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾ പലവരുടെയും ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരാളെ സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കാര്യം. ലോകത്തൊരു ട്രെയിനറും ചെയ്യേണ്ടാവില്ല. സ്ക്രീൻ നിങ്ങളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ച് നിങ്ങളുടെ സ്ക്രീനിൽ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടോ? ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ്റെ അല്ല, ഇതുപോലെ സ്പൂൺ ഫീഡിങ്ങിന്റെ അപ്പുറത്തെ സെഷനാണത്. സ്പൂൺ ഫീഡിങ് വേറെയാണ്. ഇത് മറ്റേ 1ാം ക്ലാസ്സിൽ 7 പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയാണ്. അതേ പറഞ്ഞ ലോകത്ത് കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ട് നിങ്ങൾ ഇതാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണേണ്ടത്. സ്ക്രോള് കാണണ്ടോ? ഇല്ല, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇതാണോ സ്ക്രോൾ അല്ലേ? കാണാൻ പറ്റണ്ടോ? റൈറ്റ് സൈഡ് ആരെങ്കിലും പറയും. ഇതാണ് അല്ലേ? നിങ്ങൾ എങ്ങനെ സ്ക്രോൾ ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്യും കണ്ടോ? പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യും. ഇങ്ങനെയല്ല സ്ക്രോൾ ചെയ്യണ്ടേ. അതുപോലെ ഞാൻ ഇതോടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പയ്യെ താഴേക്കണ്ടോ? അപ്പൊ അപ്പൊ നിങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ അതിന്റെ ഇടയിലുള്ള പോവാണ്. അതേ പറഞ്ഞ സ്ക്രോൾ ചെയ്യാൻ പോലും അറിയില്ല. ഇങ്ങനെ പയ്യാണ് സ്ക്രോൾ ചെയ്യേണ്ടത്. അല്ല, അവിടെ ഒറ്റ ക്ലിക്ക് അല്ല ചെയ്യേണ്ടത്. അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ സ്ക്രീൻ ഷെയർ. ഞാൻ നിങ്ങളോട് പറയണു, നിങ്ങൾക്ക് ഇപ്പൊ ഇത്തരം 2 ക്ലാസ് കൊണ്ട് കോൺഫിഡൻസ്. ആ ട്രെയിനിങ് മെത്തേഡിന്റെ ഡിഫറൻസ് ആണത്. അതൊരു ഓൺലൈൻ ക്ലാസ് ആണത്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അത് നമ്മൾ കുറെ ചെയ്ത് പിള്ളേർ ഞാൻ ഇങ്ങനെ എടുത്തെടുത്തിട്ടാണ് എനിക്ക് ഈ മെത്തേഡ് തന്നെ കിട്ടിയത്. എങ്ങനെ അതിനൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഇഷ്ടം പോലെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്.
അവരിന്നോട് പറഞ്ഞ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ലൈവ് പ്രാക്ടിക്കലാന്നാണ് പറഞ്ഞത്. ലൈവ് പ്രാക്ടിക്കലായിട്ട് ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല. അവർ കാണിച്ചു തരും, ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് ലൈവ് പ്രാക്ടിക്കൽ. ഞാൻ നിങ്ങളിവിടെ ചുറ്റാനെ ചെയ്യിപ്പിക്കുകയാണ്. അതെനിക്ക് ഇങ്ങനെ കിട്ടിയതല്ല, അതിന് പല ക്ലാസ്സുകളും ചെയ്തിരിക്കാൻ എൻ്റെ മെത്തേഡ് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ ലാപ്ടോപ്പ് വേണം. നിങ്ങളായാലും തുടക്കം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത്. അപ്പോൾ നിങ്ങളത് പഠിക്കുകയാണ് ബേസിക്കലി. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കമ്പ്യൂട്ടറായിട്ട് പഠിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റർക്ക് വേണ്ടതാണ് സിസ്റ്റമായിട്ട് നല്ല കംഫർട്ടായിരിക്കണം, സൂപ്പർ കംഫർട്ടായിരിക്കണം. നിങ്ങൾ തന്നെ പലതും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ കൂടുമ്പോൾ സ്പീഡ് വരും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ശരി. ഷഹ്മ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓക്കെ സർ. ഷഹ്മയിൽ ഇന്നലെ സ്ക്രീൻ ഷെയർ ചെയ്തേ? അതെ അതെ. ആ, ഓക്കെ. മാക്സിമൈസ് ചെയ്യാം. വെരി ഗുഡ്. ഇതാണ് ഒരു ഇത് അല്ലേ. ഇനി ഫ്യൂച്ചർ പ്രൂഫ് യുവർ സ്കില്ല് ഓപ്പൺ ചെയ്തേ. ആ ക്യാമ്പയിൻ ഓപ്പൺ ചെയ്യാം. ഇനി അതുമേ എഡിറ്റുമ്പോ ക്ലിക്ക് ചെയ്തേ. ഫസ്റ്റ് എഡിറ്റുമ്പോ ക്ലിക്ക് ചെയ്തോ. ആ, ഇനി പയ്യെ റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയേ. താഴേക്ക് താത്തിക്കോ. ആ, താത്ത്. അടിയിലേക്ക് പോട്ടെ, അടിയിലേക്ക് പോട്ടെ, അടിയിലേക്ക് പോട്ടെ. ആ, അടിയിലേക്ക് പോട്ടെ. വെരി ഗുഡ്. ആ, മതി. അവിടെ പ്ലേസ്മെന്റ് ഉണ്ടോ? ആ, പ്ലേസ്മെന്റും ലേൺ മോറിനോട് താഴേക്ക് താത്തി. അവിടെ വേറൊരു എഡിറ്റ് കണ്ടല്ലോ പ്ലേസ്മെന്റ്. ആ, എഡിറ്റ് കണ്ടോ? അതാണ് അത്. അഡ്വാൻറ്റേജസ് പ്ലസ് പ്ലേസ്മെന്റ് ആണ്. ഷോ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തേ. ചിലയിൽ അത് കാണിക്കുന്നില്ല, ചിലതിൽ പുതിയതാകുമ്പോൾ ചിലപ്പോൾ കാണിക്കില്ല. ഇവിടെയാണ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അവിടെ ഇൻവെന്ററി ഫിൽറ്റർ ഉണ്ടല്ലോ. അതാണ് വേണ്ടത് കേട്ടോ. ഇൻവെന്ററി ഫിൽറ്റർ ഉണ്ട്. ഫേസ്ബുക്ക് സ്ട്രീം ആഡ്, ഫേസ്ബുക്ക് പബ്ലിഷർ, ബ്ലോക്ക് ലിസ്റ്റ്, കണ്ടന്റ് സെലക്ഷൻ. ഇൻവെന്ററി ഫിൽറ്റർ ക്ലിക്ക് ചെയ്തേ എഡിറ്റുമേ. ഒരു മിനിറ്റ്. ചില ഫീച്ചറുകൾ ചിലയിൽ കാണിക്കില്ല. ഞാൻ എൻ്റെ കാണിച്ചു തരാം. ഡോണ്ട് വറി, എൻ്റെ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കുക, ചിലയിൽ വരുന്നില്ല. ഇപ്പം ഇതാണ് ക്യാമ്പയിൻ എങ്കിൽ, ഇതെൻ്റെ ഒരു ലൈവ് ക്യാമ്പയിൻ ആണ്. ഞാനിവിടെ എഡിറ്റുമ്മ ക്ലിക്ക് ചെയ്തു. എഡിറ്റുമ്മ ക്ലിക്ക് ചെയ്താൽ എനിക്കിവിടെ ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. ഒരുപാട് ഫീച്ചറുകൾ എപ്പോഴും മാറുന്നതാണ് കേട്ടോ. അത് കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് കേട്ടോ, സോറി. ഓക്കെ. നിങ്ങളുടെ അഡ്വാൻറ്റേജസ് പ്ലസ് പ്ലേസ്മെന്റ് ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്തേ. ഷഹ്മ ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യേ. ഓക്കെ സർ. അഡ്വാൻറ്റേജസ് പ്ലസ് പ്ലേസ്മെന്റ് എടുത്തേ. എഡിറ്റുമ്പോ ക്ലിക്ക്. അവിടെ മാനുവൽ പ്ലേസ്മെന്റ് ഉണ്ട്, അത് എടുക്കാം. ഇതിലൂടെയാണ് നിങ്ങൾക്ക് ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്ത കണ്ട. ഇവിടെ ഇതിലൂടെയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ആഡ് വിടണോ ഇൻസ്റ്റാഗ്രാമിൽ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ സപ്പോസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാഗ്രാം അൺചെക്ക് ചെയ്യുക. ക്ലിയർ ആയോ? ഇൻസ്റ്റാഗ്രാമിൽ ആഡ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാം. ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഫേസ്ബുക്കിൽ വേണമെങ്കിൽ ഫേസ്ബുക്ക് അൺചെക്ക് ചെയ്യുക. ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ നമ്മൾ പല ഓക്കെ, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയോ? നിങ്ങളൊന്ന് ചോദിച്ചോളൂ പ്ലീസ്. കിട്ടിയോ? ഒന്ന് പറയൂ. ഇല്ല. പ്ലേസ്മെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ പ്ലേസ്മെന്റ്. അതായത് ഇത്രേ ഉള്ളൂ.
നമ്മൾ ഈ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ആഡ്സ് മാനേജർ വഴിയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ആഡ് കൊടുക്കുക. അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ? അതെ അതെ. ക്ലിയർ പ്ലീസ്. ഓക്കെ. അപ്പൊ ഫേസ്ബുക്കിലും ശരിക്കും ഞാൻ നാളെ തൊട്ടൊരു വേറൊരു കൊണ്ടാണ് വീഡിയോ മാൻഡേറ്ററി ആയിട്ട് ഓൺ ചെയ്തത്. ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ എടുത്ത് ശീലമില്ല എനിക്ക്. ഓക്കെ. നോർമലി നിങ്ങൾ ഒരു ആഡ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഡിഫോൾട്ട് ആയിട്ട് ആഡ് വരും. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നോർമലി ആഡ് വരും. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കാണിക്കണ്ടെങ്കിൽ അവിടെ പോയി അൺചെക്ക് ചെയ്താൽ മതി. ആ സ്ഥലം മനസ്സിലായല്ലോ? അതാണ് ഞാൻ കാണിച്ചു തന്നെ. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് റെസ്പോൺസ് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. മെസ്സഞ്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓഫ് ചെയ്യാം. ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പറയുമ്പോൾ നമ്മുടെ പല ഓഡിയൻസിന്റെയും കണ്ടന്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അവരൊക്കെ ഫേസ്ബുക്കിലൊക്കെ അവരുടെ ആഡ് മോണിറ്റൈസ് ചെയ്യും അവരുടെ കണ്ടന്റിൽ. അതാണ് ഓഡിയൻസ് നെറ്റ്വർക്ക്. അവിടെ ആഡ് വരുത്തുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓഫ് ചെയ്തിടാം. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സർ. ക്ലിയർ ആയല്ലോ എവിടേക്കാണ് ആഡ് ഇടേണ്ടതെന്നുള്ളത്? അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സ്റ്റുഡന്റിനെയാണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റിന്റെ 99% ഫേസ്ബുക്കിലായിരിക്കും, ഇവിടെ തന്നെ ആയിരിക്കും കാണിക്കുക. എവിടെ തന്നെ? ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ട, ഫേസ്ബുക്ക് വേണമെങ്കിൽ അവിടെ അൺചെക്ക് ചെയ്തിടാം. അതാണ് അതിന്റെ ബ്രില്യൻസ്. ക്ലിയർ ആയോ? ഇനി ചില ആഡുകളുണ്ട് ഫേസ്ബുക്കിൽ മാത്രം കാണിക്കേണ്ട ആഡ്. അത് എങ്ങനെയാണ് തിരിച്ചറിയാം? സാർ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഫേസ്ബുക്കിനെക്കാട്ടും കൂടുതൽ ഇൻസ്റ്റാഗ്രാം അല്ല ആൾക്കാർ യൂസ് ചെയ്യണത് അല്ലേ? അങ്ങനെയില്ല. അതെങ്ങനെ തിരിച്ചറിയും? Anybody can answer? ബിസിനസ് പരമായിട്ടുള്ളത് അധികം ഫേസ്ബുക്കിലല്ലേ പോസ്റ്റ് ചെയ്യുക? അതിന്റെ ഇൻസൈറ്റ്സ് നോക്കിയാ പോരെ? എന്റെ ചോദ്യം കേട്ടാ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഉള്ളത് എങ്ങനെ സെപ്പറേറ്റ് തിരിച്ചറിയാൻ പറ്റുന്നില്ല? അതായത് നമുക്ക് ഫേസ്ബുക്കിലാണോ ആഡ് ഇടേണ്ടത്, ഇൻസ്റ്റാഗ്രാമിലാണോ ആഡ് കൂടുതൽ കാണിക്കണേ, നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഓഡിയൻസിനെ നോക്കി. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് അന്വേഷിക്കണം. ക്ലിയർ ആയോ? നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് കാണിക്കണ്ട. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഒരു 35+ എബോവ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കാണിക്കണ്ട. അതാണ് ഓഡിയൻസിനെ പഠിക്കണം എന്ന് ഞാൻ വീണ്ടും 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 പറയണേ. ഒട്ടുമിക്ക ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ക്യാമ്പയിൻസും ഇവിടെ നഷ്ടത്തിലാണ്. റിസൾട്ട് ഇല്ല. ഇതിൽ റിസൾട്ട് വരുത്താം എന്നുള്ളത് ഒരു സ്കില്ലാണ്. അത് വെറുതെ നിങ്ങൾ ചെയ്തുകൊണ്ട് കൃത്യമായി ഞാൻ അതിന്റെ ഓരോ ഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ആദ്യം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിച്ചത്. സ്ട്രക്ചറിമിട്ട് നിങ്ങൾ പണിതപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഹൈ ആയി. അതാണ് സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അന്ന് കുറെ ഒച്ചയിലെടുത്ത് നിങ്ങൾ എന്താണ് ക്യാമ്പയിൻ, ആഡ് സെറ്റ് ആഡ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു പോയേ. കോൺസെപ്റ്റ് കിട്ടിയോ? അതാണ് സ്ട്രക്ചർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ അതിന്റെ സെലക്ഷൻ കാണിച്ചു, ഏജും ജെൻഡറൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് അടുത്ത കാറ്റഗറി. അടുത്തതാണ് ഞാൻ പ്ലേസ്മെന്റ് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങളുടെ ക്യാമ്പയിൻ ഒന്നും കൂടി ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അതൊക്കെ നിങ്ങൾ ഗെയിം, അതാണ് ഇതിന്റെ ഗെയിം. അത് കളിക്കാൻ പഠിച്ചാൽ നിങ്ങൾ വിജയിക്കും. നിങ്ങള് ഞാനൊരു ഫാക്ട് പറയാം. നിങ്ങൾ നമ്മുടെ കൂടെ പഠിക്കുമ്പോഴേ ഞാൻ പറയുന്നത് എല്ലാം റിയൽ സിനാരിയോ ആണ്. പ്രൊജക്റ്റുകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ വെറുതെ അവിടെ ഇങ്ങനെയൊന്നുമില്ല. ഞാൻ ഫോർച്ചുനേറ്റ്ലി ഡിജിറ്റലും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട എല്ലാത്തിലൂടെയും എനിക്ക് യാത്ര ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി. ഐ എം വെരി ഫോർച്ചുനേറ്റ്, ലക്കി പേഴ്സൺ ആ കാര്യത്തിൽ. എന്തിലൂടെയും
ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആണെന്ന് പറയാം റീൽ ഉണ്ടാക്കുക. അതിലൂടെ ഞാൻ റീലിലും ഇതിലൊക്കെ ഒരുപാട് ആക്റ്റീവ് ആണ്. അപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ശരിക്കും അവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയനെ സക്സസ് ആക്കണമെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇടുന്ന ബാനർ, വീഡിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സുൽഫിയും ഹൃത്തിക്കും ജോയിൻ ചെയ്തത് എൻ്റെ ആ പുതിയ റീൽ കണ്ടിട്ടാണ്. എന്തുകൊണ്ടാണ് ഞാൻ ആ റീൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, എൻ്റെ ഓഫീസിൽ ഞാൻ കുറച്ച് നാളിങ്ങനെ പുറത്തുകൂടെയൊക്കെ ആയിരുന്നു. എൻ്റെ ഓഫീസിലെ കൗൺസിലേഴ്സ് ഒക്കെ പോയി. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത്, എനിക്ക് എന്നെ മെസ്സേജ് വരും, ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിലേക്ക് ഇടുന്നു. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പൊ ഞാനിപ്പോൾ കൗൺസിലേഴ്സിനെ എടുത്തിട്ടുണ്ട്. കുറെ കൗൺസിലേഴ്സ് ഇങ്ങനെ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഈ ക്വാളിറ്റി ഡേറ്റ, അതിലേക്കാണ് നമ്മൾ അടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ തന്നെ വേറൊരു സാധനങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അതിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ക്വാളിറ്റി ഡേറ്റ എടുക്കുന്നതിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടാർഗറ്റ് ഓഡിയൻസ് എന്താണെന്ന് പറയുന്നത്. അത് വെറുതെ എന്തെങ്കിലും ഒരു മിക്കവാറും ഞാനൊന്നും ബൂസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും റിസൾട്ട് വരുന്നില്ല. കൃത്യമായി സിസ്റ്റമാറ്റിക്കലി ചെയ്ത സോഷ്യൽ മീഡിയ ബ്രില്യൻറ്റ് ടൂളാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അതിൻ്റെ ഒരു പവറല്ല. 30-40 കോടി ജനമാണ്. ഞാൻ അടുത്ത ഓൾ ഇന്ത്യ ക്യാമ്പയിൻ പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിൽ. ഓക്കെ, അപ്പൊ അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്രിസ്റ്റൽ ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരും ഞാൻ നോക്കുമ്പോൾ, ഇപ്പൊ ഷഹമേടെ നോക്കി കഴിഞ്ഞപ്പോൾ 10-15 ക്യാമ്പയിൻ ഉണ്ട്, ഫാത്തിമയുടെ ക്യാമ്പയിൻ ഉണ്ട്, എല്ലാവരും നിറച്ച് ക്യാമ്പയിൻ ചെയ്തൊക്കെയാണ്. അപ്പൊ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എത്ര ക്യാമ്പയിൻ ചെയ്യാമെന്ന് മനസ്സിലായി. ഇതിന്റെ സിസ്റ്റം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന ടക്കടക്കേന്ന് മനസ്സിലാവും. ശരിയാണോ? നിങ്ങൾക്ക് ആ സിസ്റ്റം പിടുത്തം കിട്ടി. അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഷഹമ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ സാർ. ഇനി പയ്യെ മോളി പോട്ടെ. പ്ലേസ്മെന്റ് മനസ്സിലായി. മോളി പോട്ടെ, അവിടെ കിട്ടെ. ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്. കണ്ടോ? ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്. ഓക്കെ, അതിന്റെ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് നിങ്ങൾ ബുക്കിൽ എഴുതാം ഡെമോഗ്രാഫിക്സ്, ഇൻട്രസ്റ്റ്, ബിഹേവിയേഴ്സ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നമുക്കിതൊക്കെ ഡെമോഗ്രാഫിക്സ് വെച്ചിട്ട് ഒരാൾ ടാർഗറ്റ് ചെയ്യാം, അവരുടെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ടാർഗറ്റ് ചെയ്യാം, ബിഹേവിയർ കണ്ടിട്ട് ടാർഗറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് കണ്ടിട്ട് ഇവരെ ടാർഗറ്റ് ചെയ്യാം. അത്രയ്ക്ക് അത് പഠിച്ചാലാണ് ചെയ്യാൻ പറ്റും. ഇനി ഡെമോഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ? ഒരാളുടെ എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ട്. ആ എഡ്യൂക്കേഷൻ ക്ലിക്ക് ചെയ്തേ. ഫീൽഡ് ഓഫ് സ്റ്റഡി ഉണ്ട്. ആ ഫീൽഡ് ഓഫ് സ്റ്റഡി ക്ലിക്ക് ചെയ്തേ. അവിടെ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്തേ. മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എങ്ങും ക്ലിക്ക് ചെയ്യരുത്. മാർക്കറ്റിംഗ് മാനേജിന്റെ മുകളിലേക്ക് മൗസ് പോട്ടെ. ക്ലിക്ക് ചെയ്യരുത്, മൗസ് പോയാൽ മതി. അവിടെ റൈറ്റ് സൈഡിൽ എഴുതി കാണിച്ചിട്ടുണ്ടോ ഡിസ്ക്രിപ്ഷൻ. പീപ്പിൾ who listed their main subject or field study as marketing management on their Facebook profile. എന്തൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം നോക്കി. ഇപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കണവരെ ടാർഗറ്റ് ചെയ്യാൻ എനിക്ക്, കാരണം എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആളാണ്. നിങ്ങൾ ഒരു അക്കൗണ്ടിങ് കോഴ്സാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അക്കൗണ്ടിങ്ങിന് താല്പര്യമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ BCom പഠിക്കുന്നവരുണ്ടാവും, MBA പഠിക്കുന്നവരുണ്ടാവും. ഏതാണോ നിങ്ങളുടെ ടാർഗറ്റ് പ്രൊഡക്റ്റ് എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് കൂടെ ടാർഗറ്റ് ചെയ്യാം. ഫീൽഡ് ഓഫ് സ്റ്റഡി. നിങ്ങളിപ്പോ BCom കാരെയാണ് ട്യൂഷൻ എടുക്കണ ഒരു കോഴ്സാണെന്ന് വിചാരിക്കുക. BCom പഠിക്കുന്നവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. മനസ്സിലായോ? എല്ലാരും കിട്ടണ്ടോ? ഇൻട്രസ്റ്റിംഗ്. സുൽഫിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും, കാരണം സുൽഫിയുടെ സൂപ്പർ സാധനമാണത്.
ഇതാരും കൃത്യമായി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കം പറഞ്ഞ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ പഠിക്കുക. ഇത്ര സൂപ്പർ ടൂളാണത്. ഓക്കെ, ഞാൻ ബാക്കോട്ട് മോളിൽ ക്ലിക്ക് ചെയ്ത് വരത്ത മുകളിൽ ക്ലിക്ക് ചെയ്യും. ഞാൻ കാണിച്ചു, അവിടെ ക്ലിക്ക് ചെയ്യും, ഒന്നിനും ക്ലിക്ക് ചെയ്യും. ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്ത, റൈറ്റ് സൈഡ് താഴേക്ക് താത്ത. ഇതിൽ ഒരുപാടുണ്ട്, മതി. ഇതിലെ ഒരുപാടുണ്ട്. നിങ്ങൾ 1 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ 2-3 മണിക്കൂർ പഠിക്കുന്നതിൽ, അപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നും കൂടി ബ്രൗസ് എടുത്തേ, ബ്രൗസ് ക്ലിക്ക് ചെയ്യുക, ഡെമോഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്യുക, എഡ്യൂക്കേഷൻ ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടി എഡ്യൂക്കേഷൻ ലെവൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? യൂണിവേഴ്സിറ്റി, ഡോക്ടറേറ്റ്, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഫൗണ്ടേഷൻ ഡിഗ്രി താഴേക്ക് താത്തേ, ഹൈസ്കൂൾ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരെ ടാർഗറ്റ് ചെയ്യാം. പ്രൊഫഷണൽ ഡിഗ്രി, സം യൂണിവേഴ്സിറ്റി, പോസ്റ്റ് ഗ്രാജുവേറ്റ്, യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. ആ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റിന്റെ മോളിലേക്ക് മൗസ് ഉണ്ടേ, റൈറ്റ് സൈഡ് കാണിക്കണ്ട. പീപ്പിൾ ഹു ഇൻഡിക്കേറ്റഡ് ദെയർ ഹൈയസ്റ്റ് എഡ്യൂക്കേഷൻ ലെവൽ ആസ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. ഗ്രാജുവേഷൻ ഉള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണത്. അതാണ് ഇതാണ് ഞാൻ നിങ്ങൾ തുടക്കം ഞാനത് പറഞ്ഞു. നിങ്ങൾ ആ തുടക്കം നിങ്ങളെ സ്ട്രക്ചർ ക്ലിയർ ആവണം. അപ്പൊ ഞാൻ അടുത്തത് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു പറയും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് നിങ്ങൾ പിടിച്ചതിൽ നോക്കാവുന്ന സിസ്റ്റത്തിലേക്ക് വരും. അതാണ് ഞാൻ വീണ്ടും ആ മെത്തേഡ് എടുക്കണേ. ഡൗട്ട്. ആ, അപ്പൊ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രാജുവേറ്റ് ആണോ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണോ? നമ്മൾ ചില കാര്യങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടില്ലേ, നമ്മൾ ഇന്ന സ്ഥലത്ത് പഠിച്ചു ഇന്നൊക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ചിലപ്പോ വേറെ ഉണ്ട്, നമ്മൾ ചില ഫേസ്ബുക്കുകൾ ചിലപ്പോ MBA പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇൻട്രസ്റ്റ് വരാ. ക്ലിയർ ആയോ? അങ്ങനെയുള്ള അവർ ഫേസ്ബുക്ക് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ ഫേസ്ബുക്ക്. നമ്മൾ നമ്മുടെ എവിടെയൊക്കെ പേജാണ് നമ്മൾ ലൈക്ക് ചെയ്യണേ, ഫോളോ ചെയ്യണേ. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ലൈക്കും പേജ് ചെയ്യണവർ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഫീൽഡ് ഓഫ് സ്റ്റഡി ക്ലിക്ക് ചെയ്തേ. ഫീൽഡ് ഓഫ് സ്റ്റഡി ഞാൻ നേരത്തെ കാണിച്ചെന്നാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ BCom എന്ന് കൊടുത്തേ. BCom കണ്ടോ? BCom പാസ്, BCom CA. ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ റൈറ്റ് സൈഡിൽ കാണും. പീപ്പിൾ ഹു ലിസ്റ്റഡ് ദെയർ മെയിൻ സബ്ജക്ട്. ബിടെക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ സാധനം. വേറെ എവിടെ കിട്ടും ഇതുപോലത്തെ? ക്ലിയർ? ഇനി വീണ്ടും ബ്രൗസുമ ക്ലിക്ക് ചെയ്തേ. ഡെമോഗ്രാഫിക്സ് എടുത്തേ. ഇത് അപ്പൊ നിങ്ങൾ ഒരു ഡെമോഗ്രാഫിക്സ് എടുക്കും. അതിലുള്ളത് എല്ലാം കാര്യങ്ങൾ നിങ്ങളൊന്ന് ടൈം സ്പെൻഡ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പൊ ആവശ്യം. അപ്പൊ എഡ്യൂക്കേഷൻ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായി അതിൽ ചെയ്യാവുന്ന. ഒന്നും കൂടി എഡ്യൂക്കേഷൻ ലെവൽ എടുത്തേ. അത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. കണ്ട, സ്കൂൾ യൂണിവേഴ്സിറ്റീസ്. ആ സ്കൂൾ യൂണിവേഴ്സിറ്റി എടുത്തേ. ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണ് നിങ്ങൾക്ക് ടാർഗറ്റ്. MG യൂണിവേഴ്സിറ്റി കൊടുത്തേ. MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്തൊരു സാധനങ്ങളാ നോക്കി. കാലിക്കറ്റ്, ശരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ കണ്ടോ? പീപ്പിൾ ഹു ലിസ്റ്റഡ് ദെയർ യൂണിവേഴ്സിറ്റി ആസ് കാലിക്കറ്റ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർ മാത്രം ടാർഗറ്റ് ചെയ്യാം. ഞാനിത് പറയാൻ കാര്യം, ഇത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. ഒന്നും കൂടി ബ്രൗസ് ക്ലിക്ക് ചെയ്തേ. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യും. വീണ്ടും ഡെമോഗ്രാഫിക്സ്. അത് ക്ലിക്ക് ചെയ്ത് പഠിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി അടുത്ത ഫൈനാൻഷ്യൽ എടുത്ത് വേണ്ട. വീണ്ടും എഡ്യൂക്കേഷൻ ലെവൽ ക്ലിക്ക് ചെയ്യും. അല്ല, അതിന്റെ താഴെ എഡ്യൂക്കേഷൻ ലെവൽ അതന്നെ. ഇനി ഫൈനാൻഷ്യൽ. അത് ചെയ്യാൻ പഠിക്കുക. ക്ലിക്ക് ചെയ്ത് വരാൻ പഠിക്കണം. ഇൻകത്തുമ്മ ക്ലിക്ക് ചെയ്യുക. ഹൗസ് ഹോൾഡ് ഇൻകം, അതിന്റെ എക്സ്പ്ലനേഷൻ കണ്ടോ? ഇൻ ദ ടോപ്പ്. ഇത് US മാത്രമേ പറ്റൂ. ഞാൻ വീണ്ടും ഇൻകത്തുമ്മ ക്ലിക്ക് ചെയ്ത മുകളില്. അപ്പൊ വീണ്ടും ചുരുക്കും. കണ്ടോ? ഇനി ലൈഫ് ഇവന്റ് ക്ലിക്ക് ചെയ്തേ. away from family, away from home. ഐഡിയ കിട്ടണ്ടോ? വീണ്ടും പാരന്റ്സ് ക്ലിക്ക് ചെയ്തേ. ഓൾ പാരന്റ്സ് ക്ലിക്ക് ചെയ്തേ. കണ്ടോ?
പാരന്റ്സ് അപ് ടു 12 months അത് വരേണ്ടത്. പാരന്റ്സ് വിത്ത് പ്രീ സ്കൂളേഴ്സ്. ഇൻട്രസ്റ്റിംഗ്. ഓൾ പാരന്റ്സ് ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി. ഓൾ പാരന്റ്സ്. ഓൾ പാരന്റ്സ് ആണ് മുകളിലെ ഓൾ പാരന്റ്സ് ഹെഡിങ് കണ്ടോ? എന്റെ മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യാ. കണ്ടപ്പോ ക്ലിക്ക് ചെയ്യാൻ പറയണേ. ക്ലിക്ക് ചെയ്താണ് ആ സാധനം പഠിക്കുക. വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ക്ലിയർ ആയോ? ഇനി ആ റിലേഷൻഷിപ്പ് എടുത്തേ. ഒന്നും കൂടെ റിലേഷൻ സ്റ്റേറ്റസ് ക്ലിക്ക് ചെയ്തേ. കണ്ടോ? എൻഗേജ്ഡ്, മാരീഡ്, സിംഗിൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാട്രിമോണിയൽ സൈറ്റ് ആണ്. സിംഗിൾ ആയവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി ആ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ക്ലിക്ക് ചെയ്തേ. ഇനി അതും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. റിലേഷൻഷിപ്പ് ക്ലിക്ക് ചെയ്യും. ഇനി വർക്ക് എടുത്ത് നോക്കി. വർക്ക് അതിന് രസമാണ്. എംപ്ലോയർ. നിങ്ങൾ എംപ്ലോയറിനെ ക്ലിക്ക് ചെയ്തേ. ഇൻഫോസിസ് കൊടുക്കാം. ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമായി ടാർഗറ്റ് ചെയ്യാം. കണ്ടോ? അതിന് റൈറ്റ് സൈഡിൽ എക്സ്പ്ലനേഷൻ കാണിക്കും. പീപ്പിൾ ഹു ലിസ്റ്റഡ് ദെയർ എംപ്ലോയർ ആസ് ഇൻഫോസിസ്. ഇത് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഇവിടെ പഠിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ കിട്ടും. നിങ്ങൾ വെറുതെ നോക്കി പോകരുത്. അതാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എല്ലാവരും വിചാരിക്കുന്നത് ഒരു വലിയ സാധനമാണ് ഫേസ്ബുക്ക് അല്ല എല്ലാ സാധനവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിലിരുന്ന് പണിത് ചെയ്ത് പല ക്യാമ്പയിൻ ചെയ്യുക. നിങ്ങളെ ഇപ്പൊ നേരത്തെ ഞാൻ കണ്ടു ഫാത്തിമ ചെയ്യാൻ പോകണമെന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുത്ത് ലൈവ് ആവും. ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സ്കില്ലാണ് വേണ്ടത്. ആർക്കും ചെയ്യാം. 5 മിനിറ്റ് 2 ദിവസത്തെ ക്ലാസ് പഠിച്ചെന്ന് പറഞ്ഞ് ചെയ്യാം. അങ്ങനെ ചെയ്ത് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിന് ക്രിയേറ്റീവ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റീവ്സ് മാറ്റിക്കൊണ്ടിരിക്കണം. നല്ല ക്രിയേറ്റീവ്സ് ഉണ്ടാക്കണം. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ക്രിയേറ്റീവ്സ് പഠിക്കണം. ഒരു ക്രിയേറ്റീവ്സ് വന്നിട്ട് അതാണ് AB ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഒന്നും കൂടി ബ്രൗസ് അവിടെ ചെയ്തോ ബാക്ക് അടിച്ചോ. അത് കറക്റ്റ്. ഇൻഡസ്ട്രീസ്. ജോബ് ടൈറ്റിൽ എടുത്തേ. ജോബ് ടൈറ്റിൽ. ഇപ്പൊ ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. സിഇഒനെ മാത്രം ടാർഗറ്റ് ചെയ്യാം. സിഇഒ കണ്ടോ? MD CEO. ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണേ. ഞാൻ എഡ്യൂക്കേറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ സെയിൽസിനെ കുറിച്ച് നമുക്ക് ടോപ്പിക് ഉണ്ട് താനും. ഞാൻ ഒന്നും കൂടി അതിന് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ ഡേറ്റ എടുക്കുന്നു, നിങ്ങൾ തന്നെ പ്രോസസ് ചെയ്യുന്നു, നിങ്ങൾ തന്നെ അഡ്മിഷൻ എടുക്കുന്നു. ഞാൻ പറയണ അൾട്ടിമേറ്റ് ഗെയിമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അൾട്ടിമേറ്റ് ഗെയിം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല ഒരു സാധനം. ഇനി അങ്ങനത്തെ കാലഘട്ടം. കാരണം 100-ലും 95 പേരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടാണ് വരണത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കോഴ്സിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെ നല്ലൊരു സെയിൽസ് പേഴ്സൺ ആക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ നല്ല ഡയറക്ഷൻ തരാൻ പറ്റും. കാരണം ബാക്കി നിങ്ങളാണ് അത് ചിന്തിച്ച് നിങ്ങൾക്ക് നല്ല തോട്ടുകൾ വരുമ്പോൾ. എനിക്കിതൊന്നും എനിക്ക് കിട്ടിയതല്ല. ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഈവൻ ഈ കോഴ്സ് പോലും, ഈ കോഴ്സിന്റെ കണ്ടന്റ് പോലും എനിക്ക് തോന്നിയ ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ആരും പഠിപ്പിക്കാത്ത പവർ BI, എക്സലും സെയിൽസ് വരെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്ക് ആ തോട്ട് തരാനാണ്. അറ്റ്ലീസ്റ്റ് തോട്ടിൽ നിന്ന് അടുത്തടുത്ത ഘട്ടത്തിലേക്ക് പോകണം. നിങ്ങൾ ആദ്യം കണ്ടു പഠിക്കാന്ന് വെച്ചു, മനസ്സിലായോ? അത് കഴിഞ്ഞ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണെന്നും ശരി തെറ്റുകൾ കുറെ മനസ്സിലായി. ഇപ്പൊ പലവരും, ഞാനിപ്പോ ഓരോരുത്തരുടെ പേരെടുത്ത് പറയണില്ല, ഓരോരുത്തരും ഓരോ ജോലികളായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു എഫേർട്ട് ഇട്ടൊക്കെയാണ്. അതാണ് നിങ്ങളുടെ ഒരു വിജയമാണത്. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വെച്ച കാണും. ഇതിനാണ് അടുത്തടുത്ത കാര്യത്തിലേക്ക്. നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ പൈസ മുടക്കും. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അതും നിങ്ങളിവിടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാവരും ഇപ്പൊ ഫാത്തിമ അത് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കണു. എല്ലാവരും അതുമായി കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല വേറെ. നിങ്ങളാണ് ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഫെയിൽ ആവും. വീണ്ടും ട്രൈ ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒന്നും കൂടി ബാക്ക് അടിക്കുക.
ഇത് നിങ്ങൾ ഈ ടൂള് കണ്ട ഇപ്പൊ ആള് ചെയ്തുകൊണ്ട് അത്യാവശ്യം ആൾക്ക് ചെയ്ത് പഠിക്കും. ആരാണോ ചെയ്യണം അവർ കുറേ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എന്നാലും കിട്ടുള്ളൂ കേട്ടോ. ഇനി ജോബ് ഇൻഡസ്ട്രി അതിനും സൂപ്പറാണ്. ഇൻഡസ്ട്രി ക്ലിക്ക് ചെയ്ത് താഴെ അല്ല അതന്നെ വർക്കിൽ തന്നെ ഇൻട്രസ്റ്റ് അല്ല ഇൻഡസ്ട്രി കണ്ടോ. നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓൾറെഡി മൗസ് പോയി കണ്ട. പീപ്പിൾ ഹു റോൾ അഡ്മിനിസ്ട്രേഷൻ, സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ്, ഓഫീസ് മാനേജർ, ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ഓൾറെഡി മൗസ് പോയി. People roles with architecture, engineer, or software engineer, technician, electrician. അതാണ് ഇൻഡസ്ട്രി. നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഫാത്തിമയ്ക്ക് എനിക്ക് തോന്നുന്നു കുറെ കൂടി ഐഡിയ കിട്ടണ്ടാവും ഇത് കണ്ടപ്പോ ഫാത്തിമയുടെ ബിസിനസ്സിലേക്ക്. ആണോ ഫാത്തിമ? അതെ ഇപ്പളാ വന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾ തുടക്കം സ്റ്റെപ്പ് വൈസ് അതിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് ഞാൻ ക്യാമ്പയിൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ക്യാമ്പയിന് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നിങ്ങളുടെ വിജയം അതിനെ പറ്റി ക്രിയേറ്റീവ്സ് ആണ്. ക്രിയേറ്റീവ്സുമാണ് അതിന്റെ കളിയിരിക്കുന്നത്. പലതരം ക്രിയേറ്റീവ്സ് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. ഞാൻ എഡ്യൂക്കേറ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന ആളാണ്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ള ഓണേഴ്സിന് ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയണത്, ഇന്നും കൂടി ആള് വന്നതാ. എൻ്റെ സ്റ്റുഡന്റ് ആണ്. ആള് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാ. പുള്ളി ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി എവിടുന്ന് കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം ആ ക്യാമ്പയിനിൽ നിന്ന് പുള്ളി ഒരുപാട് അഡ്മിഷൻസ് എടുത്തു. പുള്ളി ഒന്നും ചെയ്തില്ല, കുഞ്ഞൊരു സാധനം ചെയ്തായിരുന്നു. ഈ വർഷം പുള്ളി ആ ക്രിയേറ്റീവ് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് റിസൾട്ട് ഇല്ല. പുള്ളി ഭയങ്കര പാനിക്കായി, ആകെ ടെൻഷനായി. അങ്ങനെയാണ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാനാണ് പുള്ളിയുടെ ക്യാമ്പയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുള്ളി വിചാരിച്ചിരിക്കണേ, അത് പുള്ളിയുടെ അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മിസ്റ്റേക്ക് ക്രിയേറ്റീവ്സ് ആണ്. ക്രിയേറ്റീവ്സ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്രിയേറ്റീവ് ഫാറ്റിക് എന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനത്തെ മെസ്സേജ് കാണിക്കും ഒരു ക്രിയേറ്റീവ് കുറേ നാൾ കാണിച്ചു കഴിയുമ്പോൾ. അപ്പൊ ക്രിയേറ്റീവ്സിനെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് വർക്കൗട്ടാവും, ഇത് വർക്കൗട്ടാവില്ല എന്നുള്ളത്. അത് എപ്പോഴും വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കുക. മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമ്പയിൻ ചെയ്യുക, വേറെ ക്യാമ്പയിൻ ചെയ്യുക, അടുത്ത ക്യാമ്പയിൻ ചെയ്യുക. ഏത് ക്യാമ്പയിനാണ് കൂടുതൽ റിസൾട്ട് ഓൺ ഓഫ് ചെയ്ത് പഠിക്കണം. ക്ലിയറായോ? ഇനി നിങ്ങൾ പലരും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സോറി, ഈ ക്ലാസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയാമെന്ന് ചമ്മല. ശരി, ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ക്രിയേറ്റീവ്സ് മാറ്റണം. ഞാനായിരുന്നു നിങ്ങൾ കാണാൻ പറ്റും പലതരം ക്രിയേറ്റീവ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പലതരം ആഡുകൾ, പലതരം ബാനറുകൾ, പലതരം കോൺസെപ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ അടുത്ത് പറയുന്നതാണ്. ഇപ്പൊ ഫാത്തിമയൊക്കെ ലൈവ് ആക്കാൻ പോകണമെന്ന് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഇനി ഫാത്തിമ നിങ്ങൾക്ക് ലൈവ് ആക്കുമ്പോൾ ചെറിയ ബഡ്ജറ്റിൽ വേണം ലൈവ് ആക്കാൻ. പൈസ കൊണ്ടുപോയി കളയരുത്. ചെറിയ ബഡ്ജറ്റ് ടെസ്റ്റ് ചെയ്യുക, റിസൾട്ട് ഉള്ളതാണ് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇപ്പൊ ഫാത്തിമ ലൈവ് ആക്കരുത്. കാരണം സോഷ്യൽ മീഡിയയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നാളെ ഫ്രൈഡേയിൽ തന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ആക്കാം. എന്നാൽ കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. ക്ലിയർ? ഇനി ഒന്നുകൂടി ഇൻഡസ്ട്രി മാറ്റുക. ഇനി ഇൻട്രസ്റ്റ് എടുക്കുക, താഴേക്ക് വരെ. ഇൻട്രസ്റ്റ് കണ്ട, ബിസിനസ് ഇൻഡസ്ട്രി ഉണ്ട്, അതിൽ തന്നെ കുറേ ഉണ്ട്. മനസ്സിലായോ? ബിസിനസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിക്ക് ചെയ്യണ്ട. അഡ്വർടൈസിങ്, അഗ്രികൾച്ചർ, ആർക്കിടെക്ചർ, ഏവിയേഷൻ, ബാങ്കിങ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അവിടെ പറഞ്ഞിട്ടുണ്ട്, അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഇൻട്രസ്റ്റ് ആണ്. പീപ്പിൾ ഹു ഹാവ് എക്സ്പ്രസ്ഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ഓർ ലൈക്ക് പേജസ് റിലേറ്റഡ് ടു ബിസിനസ്. കണ്ടോ, ചിലർ നമ്മൾ ബിസിനസ് പേജുമായി ബന്ധപ്പെട്ട് ലൈക്ക് ചെയ്തവരെ മാത്രം, അതാണ് അവരുടെ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് വെച്ച് ടാർഗറ്റ് ചെയ്യാം. എന്തൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം നോക്കി. നിങ്ങൾ ഏത് തരം പേജുകളാണോ ലൈക്ക് ചെയ്തിരിക്കുന്ന അവരെ ടാർഗറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോളേജ് വെച്ച് ടാർഗറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ഡെസിഗ്നേഷൻ വെച്ച് ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി വെച്ച് ടാർഗറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, നിങ്ങളുടെ കസ്റ്റമർ ആരാന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളൊരു സ്ഥാപനത്തിൽ ചെന്നു ചിലപ്പോൾ നിങ്ങൾക്ക് 10 കസ്റ്റമർ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അവരോട് പറയാം അവരുടെ ബിഹേവിയർ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. അവരുടെ ലൊക്കേഷൻ, അവരുടെ ഏജ്, അവരെന്ത് തരം ജോബാണ് ചെയ്യണ, ബിസിനസ്, അത് നിങ്ങൾ പഠിക്കുക.
വെരി സിമ്പിൾ ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. ഐഡിയ കിട്ടിയോ? Yes, sir. ഗുഡ്. മോളിപ്പോട്ടെ. ഇനി ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ക്ലിക്ക് ചെയ്യും മുകളിൽ. വെരി ഗുഡ്. ഇനി ബിഹേവിയർ, ബാക്കി നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണോട്ടോ. ഞാൻ പറഞ്ഞു ബിഹേവിയർ. കണ്ടോ? ആനിവേഴ്സറി, ബിഹേവിയർ, ഡിജിറ്റൽ ആക്ടിവിറ്റി എല്ലാം മൊബൈൽ ഡിവൈസ് യൂസർ വെച്ച് ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾ ഒരു പ്രീമിയം സാധനമാണ് ഐഫോൺ ഉപയോഗിക്കുന്നവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. അതുവരെ പറ്റും. നിങ്ങൾ ഇനി ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഐഫോണിന്റെ കവറാണ് വിൽക്കണേ. ഐഫോൺ നിങ്ങൾക്ക് മനസ്സിലായോ? ഐഫോണിന്റെ കവർ സെല്ല് ചെയ്യണവൻ ഐഫോൺ യൂസർ ടാർഗറ്റ് ചെയ്യാം. ഞാൻ ജനുവരി പറഞ്ഞ് എന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ആഡ് വരാറുണ്ട്. ഐഫോണിന്റെ ആഡാണ് കാണുന്നത്. നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ കാണുന്ന ആഡ് ഒട്ടുമിക്ക നിങ്ങളായിട്ട് ബന്ധമുള്ളതായിരിക്കും. ആണോ? അതെ അതെ. അത് ഇതുകൊണ്ടാണ്. കാരണം അവരുടെ AI വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ക്ലിയറായി? ഞാൻ നിങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് AI ഇതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുമല്ല പറയുന്നത്. ഇതൊന്നുമല്ല ഇതിന്റെ ഗെയിം. ഇതൊന്നുമല്ല ഇതിന്റെ ഗെയിം. ഇതിന്റെ ഗെയിം നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ നിങ്ങൾ പഠിക്കണം. നല്ല ക്രിയേറ്റീവ്സ് ഉണ്ടാക്കാൻ പഠിക്കണം. ഡേറ്റ എടുക്കാൻ പഠിക്കണം. ഈ ഡേറ്റനെ പ്രോസസ്സ് ചെയ്യാൻ പഠിക്കും. ഇതാണ് ഗെയിം. അല്ലാണ്ട് വേറെ ഇതിൽ ഒരു ഷോർട്ട് കട്ടിൽ ഒരു AI നിങ്ങളൊന്നും ചെയ്യാൻ പോണില്ല. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അതാണ് ഞാൻ എൻ്റെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ളവരോട് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ക്ലയൻറ്റുകളുടെ അടുത്ത് പറയുന്നതാണ്. ഞാൻ എൻ്റെ ഇത്തരം കരിയറിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഫാക്ട്, നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ പഠിക്കണം ഹൈ ക്വാളിറ്റി എൻക്വയറി എങ്ങനെ ജനറേറ്റ് ചെയ്യാം. അതാണ് ഒന്ന്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ 50% വിജയിച്ചു. അടുത്ത 50% ഈ വരുന്ന ഡേറ്റയെ എങ്ങനെ എഫിഷ്യൻ്റ്ലി പ്രോസസ്സ് ചെയ്യാം. ഇത് രണ്ടും കൂടി അറിഞ്ഞാലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ. അല്ലാണ്ട് വെറുതെ ഡേറ്റ എടുത്തു അതിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്തില്ലേ നിങ്ങൾക്ക് പരാജയമാണ്. ഇനി നിങ്ങൾ ഡേറ്റയ്ക്ക് ക്വാളിറ്റിയിൽ എങ്ങനെ പ്രോസസ് ചെയ്താലും ബിസിനസ് വരില്ല. ഞാൻ പറയുന്നത് കുറച്ചും കൂടി സുൽഫിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആൾക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് ടോപ്പിക് പറഞ്ഞത്. ഞാൻ ചിലത് അങ്ങനെയുള്ളവരുടെ പേര് പറയുന്നത് മറ്റുള്ളവർക്ക് ഒന്നും കൂടി ഇൻസ്പിറേഷൻ കിട്ടാനും റൈറ്റ് ഡയറക്ഷനിലേക്ക് കിട്ടുവാനുണ്ടോ. അതുകൊണ്ട് ഓരോരുത്തരെ ഞാൻ കണക്ട് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പലരും പല ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വരണം. അങ്ങനെ വരുമ്പോഴാണ് മിക്സിങ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഓരോരുത്തർ ഓരോ പർപ്പസ് ആണ്. അതാണ് ഈ ക്ലാസ്സിന്റെ ഒരു ബ്യൂട്ടി. എല്ലാവരും ഓരോ പർപ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ ഇതിലൂടെ പലർക്കും പല പർപ്പസിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ഫാത്തിമ പഠിക്കുന്നത് സ്വന്തം അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്. അത് വെരി വെരി അതാണ് വേറെ ലെവൽ. ഓരോരുത്തരും ഓരോ പർപ്പസിനാണ് വരുന്നത്. ചിലവരൊക്കെ ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ ജോബിലേക്കാണ് താല്പര്യം, കരിയർ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഓരോന്നും പർപ്പസിന്. അപ്പൊ അത് നിങ്ങൾ അപ്പൊ അതുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ഓരോന്നും പറഞ്ഞത്. ഇപ്പൊ ശ്രുതിയുടെ അടുത്തായ എല്ലാവരുടെ അടുത്താവുന്ന ആ ലെവലിലേക്കാണ്. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. ഇപ്പൊ ഫാത്തിമ എൻക്വയറി എടുത്തു, അതിന് കൃത്യമായി ഫാത്തിമ നോക്കുമ്പോൾ ക്യാമ്പയിൻ ചെയ്യുന്ന ഡേറ്റ വരുന്നുണ്ട്, പക്ഷെ ബിസിനസ് നടക്കണില്ല. കാരണം എന്നിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്നില്ല മര്യാദയ്ക്ക്. ഞാൻ മിക്ക സ്ഥാപനങ്ങളിലും പ്രോസസ്സിങ് കൃത്യമല്ല, ഒരിക്കലും വളരില്ല അവര്. എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ വേറെ ഒരു ക്ലയന്റ് ഉണ്ട് ബാംഗ്ലൂർ. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോന്ന് അറിയില്ല. പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞായിരുന്നോ? ഇല്ല. എനിക്കൊരു ക്ലയന്റ് കിട്ടിയായിരുന്നു. എന്റെ പഴയ സുഹൃത്താണ്. 15 വർഷം മുന്നത്തെ ബന്ധമാണ്. പുള്ളി നന്നായിട്ട് സെയിൽസ് ചെയ്യും. സൂപ്പറായിട്ട് സെയിൽസ് ചെയ്യും. പുള്ളിയുടെ അപ്പുറം പുള്ളി വലിയൊരു ബിൽഡറാണോ. ബിൽഡർ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പൊ പുള്ളിക്ക് ഒരു എൻക്വയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു 3 കോടിയുടെ പ്രൊജക്ട് ആണെങ്കിൽ എൻക്വയറി ഒക്കെ നടത്തുന്നത് വലിയ റിച്ച് ആൾക്കാരായിരിക്കും. 3 കോടി പ്രോപ്പർട്ടി വാങ്ങാന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരും വാങ്ങൂല. അപ്പൊ ആ ഡേറ്റേനെ ഒരു ഡേറ്റ വന്നാൽ പുള്ളി അവിടെ പോയി, വീട്ടിലാണെങ്കിൽ അവിടെ പോയി പുള്ളി കാണും. കണ്ട് ആളെ വേണി എടുത്ത് സൈറ്റിലേക്ക് കൊണ്ടുവന്ന് വേറെ ലെവലാണ് ആ സാധനം. അപ്പൊ പുള്ളി വേറൊരു ക്ലയന്റിന്റെ അടുത്ത് കയറി കഴിഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായി എനിക്ക് ഡേറ്റ എടുക്കാൻ അറിയാമെന്ന്. പുള്ളി എന്നെ വിളിച്ചിരിക്കുക പ്രൊജക്ട് എടുത്തു. ഇപ്പൊ പുള്ളിക്ക് ഡേറ്റ ഉണ്ട്. പുള്ളിക്കാരുടെ ഡീലുകൾ നടന്നു തുടങ്ങി.
അത് ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഡേറ്റ എടുക്കാന്നുള്ളതാണ്. നമ്മൾ ഇനി ഗൂഗിൾ ആഡിന്റെ ടോപ്പിക് ഉണ്ട്, അത് പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ ലെവലാണ്. ഗൂഗിൾ ആഡ്സ് വേറെ ലെവൽ. ഇതൊന്നുമല്ല സാധനം, ഇതൊക്കെ നിസ്സാരമാണ്. അതിലേക്ക് നമ്മൾ ആ ടോപ്പിക് വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, അതിലേക്ക് പോയി നമ്മൾ വരും. ഇത് ക്ലിയർ ആയോ? എന്താണ് കോൺസെപ്റ്റ്? അതെ കിട്ടിയോ? സർ, ഗുഡ്, ക്ലിയർ ആണ്. വെരി ഗുഡ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് എന്ന് പറയാം. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്. അതേപോലെ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണെന്നുള്ളത് ചൂസ് ചെയ്യുന്നതാണ് പ്ലേസ്മെന്റ്. ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി ഒന്നും കൂടി താഴേക്ക് താത്തി. റൈറ്റ്. ആ, അതിന്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തോളൂ, അപ്പൊ അത് പൊക്കോളും. അതിന്റെ വേറെ അവിടെ എല്ലായിടത്തും ക്ലിക്ക് ചെയ്തു. ആ, വെരി ഗുഡ്. ഇനി പയ്യം താഴേക്ക് താത്ത. അല്ല, മതി മതി, അവിടെ കിട്ടെ. നിങ്ങൾ അവിടെ ലാംഗ്വേജസ് ഉണ്ടോ? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ യൂസ് പറയാം. ഇതിന്റെ യൂസ് ശ്രദ്ധിക്കുക. ഞാൻ ഇത് അപ്ലൈ ചെയ്യണതാ. ഈ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഹൃത്തിക്കിനെയും സുൽഫിനെയും ടാർഗറ്റ് ചെയ്തത്. നിങ്ങൾ ടാർഗറ്റ് ലൊക്കേഷൻ ഇപ്പൊ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. ടാർഗറ്റ് ലൊക്കേഷൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുത്തു, 20 തൊട്ട് 30 വയസ്സ് വരെ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവിടെയുള്ള മറ്റു രാജ്യക്കാർ നമ്മുടെ ആഡ് കാണും. നമ്മളൊരു മലയാളിനെയാണ് ടാർഗറ്റ് ചെയ്തെങ്കിൽ ഇവിടെ ലാംഗ്വേജ് മലയാളം കൊടുക്കുക. ഇത് നമ്മൾ കേരളം മാത്രം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എക്സെപ്റ്റ് കേരള, നിങ്ങൾ മലയാളീസിനെയാണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കേരളത്തിനുണ്ട് ഒരു ക്യാമ്പയിൻ ചെയ്യണം, എക്സെപ്റ്റ് കേരളയ്ക്ക് വേണ്ടി വേറെ ക്യാമ്പയിൻ ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? Yes, sir. ഹൃദിക്ക് ക്ലിയർ ആവുണ്ടോ? കേൾക്കണ്ട് സാർ. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ട്, പക്ഷെ നെറ്റ് കുഴപ്പമില്ല, വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ശ്രുതി ക്ലിയർ ആണോ? സർ സെയിം ക്യാമ്പയിൻ 2 പ്രാവശ്യം ചെയ്യണമെന്നോ? അങ്ങനെയാണോ? അങ്ങനെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാല് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഹൃദിക്കും സുൽഫിയും കണ്ട ക്യാമ്പയിൻ ഞാൻ കാണിച്ചു തരാം, ലൈവ് കാണിച്ചു തരാം. ഇതുണ്ട്, ഒരു കേരള ക്യാമ്പയിൻ ഉണ്ട്, ഗൾഫ് ക്യാമ്പയിൻ. കേരള ക്യാമ്പയിനിൽ ഞാൻ ലാംഗ്വേജ് ഒന്നും ചെയ്തിട്ടില്ല, കേരളത്തിലുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഗൾഫ് ക്യാമ്പയിൻ ആയപ്പോൾ ഞാൻ ലാംഗ്വേജ് എന്ത് സെറ്റ് ചെയ്തു? ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ കാണിച്ചു തരാം. ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് സൗദി, UAE, കുവൈറ്റ്, ഖത്തർ. ഓക്കെ, അപ്പൊ അവിടെ ഉള്ളവരെ ഞാൻ ടാർഗറ്റ് ചെയ്തേക്കൊണ്ട് ഈ ഏജിലുള്ളവരെ ടാർഗറ്റ് ചെയ്തേക്കാണ്. ഓൾ ജെൻഡർ. പക്ഷെ എനിക്ക് മലയാളീസ് മാത്രം കണ്ടാൽ മതി. അതേപോലെ ഇങ്ങനെ കണ്ട ഞാൻ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, BBA, ഇങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറെ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ലാംഗ്വേജ് മലയാളം കൊടുത്തേക്കാണ്. അപ്പൊ മലയാളികളായിട്ടുള്ള ഗൾഫിലുള്ളവർ മാത്രം നമ്മുടെ ആഡ് കാണും. ആർക്കെങ്കിലും ഐഡിയ കിട്ടിയോ? മനസ്സിലായി സാർ, ഇൻട്രസ്റ്റിംഗ്. Yes. ഞാൻ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക് ഉണ്ടോ? ഒന്നും കൂടി ഷെഹ്മ സ്ക്രീൻ ഷെയർ ചെയ്തേ. Okay, sir. ഇപ്പൊ ഞാൻ ഈ ലാംഗ്വേജിന്റെ സാധനം ഉണ്ടല്ലോ, എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ തുടക്കം ഇത് 5-6 വർഷം മുന്നത്തെ കഥയാണ് പറയണത്. ഞാൻ പല രീതിയിലും ക്യാമ്പയിൻ ചെയ്ത് പലരോടും ആൾക്കാർക്ക് അറിയില്ല ഈ സാധനങ്ങളൊന്നും. പിന്നെ ഞാൻ എവിടെയോ എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെയാണ് അതിന്റെ യൂസ് എന്ന് മനസ്സിലായത്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരാൻ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അതിന് യൂട്ടിലൈസ് ചെയ്യാൻ നല്ലത്. ലാംഗ്വേജ് പിടുത്തം കിട്ടിയ അതിന്റെ യൂസ് മനസ്സിലായോ? ലാംഗ്വേജ്. Yes, sir. അതുപോലെ Sir, തന്നെ ആ ചെയ്ത ക്യാമ്പയിൻ എങ്ങനെയാ ബഡ്ജറ്റ് എത്ര അപ്ലൈ ചെയ്ത്? ബഡ്ജറ്റ് എത്ര കൊടുത്തിരുന്നത്? ശരി, ഇതിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് വേറെ മറുപടി പറയാം. അതിന്റെ ബഡ്ജറ്റ് ഞാൻ പറയുന്നില്ല, അന്നത്തെ കോൺഫിഡൻഷ്യൽ ആയിട്ടൊന്നല്ല, ഒഫീഷ്യൽ ആയിട്ടൊന്നല്ല. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാത്ത ഞാൻ പറഞ്ഞു പോയേനെ. അങ്ങനത്തെ അതിന് ഇതില്ല, അതിന് ബഡ്ജറ്റിന് ഒരു ഇതില്ല. ഇതിന് ഇവിടെ ഒരു ബഡ്ജറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ അതിൽ ഇട്ടിരിക്കുന്നത് കാണിച്ചത് എന്തുട്ടാ, 750
500 എനിക്കറിയില്ല, അങ്ങനെ എന്തോ എമൗണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. ബഡ്ജറ്റിന്റെ കാര്യം പറയാം, അതാണ് ഇതിൽ സൂക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഫാത്തിമയെ ശ്രദ്ധിക്കുക, നിങ്ങൾ കുഞ്ഞ് ബഡ്ജറ്റിൽ ചെയ്യാം. 200 ആണ് 200 ചെയ്യും. നിങ്ങൾ ധൃതി പിടിക്കരുത്. ഒരു ദിവസം 200 ചെയ്യാം. എത്രയാണ് മിനിമം പറഞ്ഞിരിക്കണത് ചെയ്യാം. 3-4 ദിവസം നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യാം. ക്ലിയർ? ഒബ്സർവ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സർവ് ചെയ്ത് അതിന് റിസൾട്ടുകൾ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കാം. പലതരം ക്യാമ്പയിൻ ഉണ്ട്. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഉണ്ട്, വാട്സപ്പ് ക്യാമ്പയിൻ ഉണ്ട്, കോൾ ക്യാമ്പയിൻ ഉണ്ട്. ഏതോ വർക്കൗട്ട് ആണെന്ന് അറിയില്ല. എനിക്ക് പറയാൻ പറ്റില്ല ഇന്നതേ വർക്കൗട്ട് ആവുന്നുള്ളത്. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ അടുത്ത ദിവസം പഠിപ്പിക്കാൻ പോകുന്നതാണ് ലീഡ് ജനറേഷൻ. നിങ്ങളൊക്കെ വന്നത്, സുൽഫിയൊക്കെ വന്നത് വാട്സപ്പ് ക്യാമ്പയിനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ ചെയ്യുന്നത് വേറെ ക്യാമ്പയിനാണ്. സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ വേറെ മോഡലാണ്. എല്ലാത്തിനും വേറെ വേറെ കോൺസെപ്റ്റുകളാണ് അപ്ലൈ ചെയ്യേണ്ടത്. സർ ഒരു ഡൗട്ട്, ആ. നമ്മളിപ്പോ ഒരു എമൗണ്ട് ഇട്ട് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോ 3-4 ദിവസം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ക്യാമ്പയിൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? മീൻസ് ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജ്. Okay. നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ അതിന് വേറെ എക്സ്ട്രാ എമൗണ്ട് ആവില്ല? നമ്മളിപ്പോ ഒരു ഒന്നുമില്ല. 200 സ്റ്റാർട്ട്. ഒന്നുമില്ല. നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നു, അവർ റിവ്യൂ ചെയ്യുന്നു, അപ്പൊ തന്നെ ലൈവ് ആവണു. അതാണ് ഇതിനിടയ്ക്ക് ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് പറഞ്ഞ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾ ചെയ്തു, നിങ്ങൾ തോന്നി ഇന്നൊരു മിസ്റ്റേക്ക് കണ്ടു, നിങ്ങളുടെ ക്രിയേറ്റീവ്സ് മാറ്റാം, എഡിറ്റ് ചെയ്യാം, വീണ്ടും ഇടാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എഡിറ്റ് പഠിപ്പിച്ചവിടെ. ഓർമ്മയുണ്ടോ? ഓക്കെ ഓക്കെ സർ, മനസ്സിലായി. അതാണ് എഡിറ്റ് പഠിപ്പിച്ചത്. ലൊക്കേഷൻ മാറ്റാം, അത് കുഞ്ഞ് ലൊക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ തുടക്കം ഇതിന്റെ ഒരു ഗെയിം ഞാൻ പറഞ്ഞു തരാം. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എല്ലാവരും പഠിപ്പിക്കുന്നത് ടൂളാണ്, ടൂളല്ല സ്ട്രാറ്റജി. ഡിജിറ്റലിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പോയിന്റ് കണ്ടെത്തണം. എന്ത് പോയിന്റ്? നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഈ ക്രിയേറ്റീവ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ക്രിയേറ്റീവ്സിന് റിസൾട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ചിലപ്പോൾ 100 പേര് നിങ്ങൾ ചെയ്തേക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് 300 ആക്കി. അപ്പോഴും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്, അഡ്മിഷൻ ഉണ്ട്, കാര്യങ്ങൾ 500 ആക്കി, 1000 ആക്കി. ഇതാണ് എൻ്റെ ഗെയിം. അവിടെയാണ് നിങ്ങൾക്ക് ബിസിനസ് മൈൻഡ് വേണ്ടത്. ഇപ്പൊ ഞാൻ പറയണത് ഫാത്തിമയ്ക്ക് കുറച്ചും കൂടി കത്തും. ആണോ ഫാത്തിമ? അതെ അതെ. കാരണം ഫാത്തിമ ബിസിനസ് ചെയ്യുന്ന ആളാ. ഫാത്തിമയുടെ അപ്പൊ ഫാത്തിമ 100 രൂപ കിട്ടുമോ, റിസൾട്ട് ഉണ്ട്. അപ്പൊ 200 ഇടണം, 300 ഇടണം. അവർക്ക് അതിന്റെ ടെക്നിക്ക് അറിയാം, ബിസിനസ് ആയിരിക്കും. ക്ലിയർ ആയോ? അതാണ് ഇതിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ടക്കടക്കേന്ന് കൊണ്ടുപോകും. അപ്പൊ നിങ്ങളിപ്പോ കേരളത്തിൽ ഇട്ടു, അപ്പൊ കേരളത്തിലുള്ള റിസൾട്ട് ചിലർ എറണാകുളം ജില്ലയിലിട്ട് റിസൾട്ട് ഉണ്ടാവും, പിന്നെ അടുത്ത ജില്ലയിലേക്ക് മാറ്റണോ. അപ്പൊ അത് മാറ്റാനും അവിടെ ഒപ്റ്റിമൈസ് ചെയ്യാനും അവിടെ കറക്റ്റ് ചെയ്യാനുള്ള സ്കില്ലാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ബിസിനസ് പേഴ്സൺ ഉണ്ടാവണം. അതാണ് മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണം എന്ന് ഞാൻ പറയുന്നത് എപ്പോഴും. ഇത് എൻ്റെ അടുത്ത് പല ടെക്നിക്കൽ ആൾക്കാർ വരാറുണ്ട്. വളരെ ടെക്നിക്കൽ പഠിച്ച് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ വേറെ ടെക്നിക്കൽ പേഴ്സൺസ് വരും. ഇവർക്ക് ഇത് പറഞ്ഞ് അവർ ടൂളൊക്കെ പുഷ്പം പോലെ പഠിക്കുക, പക്ഷെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. അവിടെയാണ് മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഞാൻ ഇന്ന് പറയണത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. സോ ഫാർ ഇൻട്രസ്റ്റിംഗ്. സർ ഇപ്പൊ നമുക്ക് ഒരാളെ മീൻസ് ഒരു ലാംഗ്വേജ് പർട്ടിക്കുലർ ലാംഗ്വേജിനെ വേണ്ട എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? ഇതിപ്പോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തല്ലോ, ഇപ്പൊ എക്സ്ക്ലൂഡ് ചെയ്യാനാണെങ്കിൽ ലാംഗ്വേജ് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ലൊക്കേഷൻ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, ഓക്കെ മനസ്സിലായി. ക്ലിയർ? ലൊക്കേഷൻ അതിന് വേറെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊരു സിനാരിയോ പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരാം. ഇപ്പോ എനിക്ക് UI-ല് ലോക്കൽസിനെ വേണ്ട. മീൻസ് UI-ൽ തന്നെ എനിക്ക് ലോക്കൽസിനെ വെച്ചാൽ അറബിക് ലാംഗ്വേജ് സംസാരിക്കുന്നവരെ എനിക്ക് വേണ്ട, ബാക്കിയുള്ളവരെ എനിക്ക് ടാർഗറ്റ് ചെയ്താൽ മതിയെങ്കിൽ. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ബാക്കി എല്ലാ ഭാഷയും നിങ്ങൾ ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഇപ്പൊ എനിക്കിവിടെ കേരളത്തില് ഇംഗ്ലീഷ് സംസാരിക്കണം മാത്രം ഞാൻ കേരളത്തിൽ ഇംഗ്ലീഷ് ടാർഗറ്റ് ചെയ്താൽ മതി. മനസ്സിലായി. അതാണ് ചോദിച്ചത്. നിങ്ങൾ ആവശ്യം പറയാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതാണ് ഈ ചില കോഴ്സുകൾ നമുക്ക് ഇവിടെ എമിറാത്തീസിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവര് അപ്പൊ നിങ്ങൾ ടാർഗറ്റ് ലൊക്കേഷൻ UAE ഇടുക, എന്നിട്ട് ഏത് ലാംഗ്വേജ് വേണ്ടെന്നുള്ള ആ ലാംഗ്വേജ് ആഡ് ചെയ്ത് കൊടുക്കുക. വേണ്ട ലാംഗ്വേജ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് തന്നെ. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനി വേറെ ഓപ്ഷനും കൂടി ഉണ്ട്.
ഈ ഇപ്പൊ നമ്മുടെ മലയാളീസ് ലൈക്ക് ചെയ്യാവുന്ന സാധാരണയുള്ള അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടും. ഓക്കെ. ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തേക്കുന്നതാണ്. മോഹൻലാൽ, മമ്മൂട്ടീനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. മലയാളീസ് ആയിരിക്കും കൂടുതൽ. ഓ, ഇൻട്രസ്റ്റ് ഇല്ല, പേജ് ലൈക്ക് ചെയ്യുന്നത് വെച്ചിട്ട്. ആ അതാ മനസ്സിലായി മനസ്സിലായി. എല്ലാ ടൂളുകളും നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ അതാണ് ആയി. ഇൻട്രസ്റ്റ് വേറെ, അതെല്ലാം കൂടി ഇത് കൂടി എല്ലാം കൂടി വണ്ടർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കുന്നവർക്കാണ് ഇതിൽ വിജയിക്കാൻ പറ്റുന്നത്. അതാണ് സാറ് പറഞ്ഞ പോലെ കുറെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. എക്സാക്ട്ലി. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ എല്ലാവരുടെയും വിചാരം ഇപ്പൊ തന്നെ ഞാൻ ഒരിക്കലും ആവാൻ ലോകത്തിലെ ഒരു പ്രൊഫഷൻ അങ്ങനെ ആവാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും എന്നിട്ടാ പറയാ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നേരെ തന്നെ നിങ്ങൾക്ക് ബുർജ് ഖലീഫ പണിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് ഇല്ല. ആദ്യം നിങ്ങളൊരു കുഞ്ഞു വീട് പണിയാം, കുറെ ഐഡിയ കിട്ടും. പിന്നെ ഡബിൾ വീട് പണിയാം, കുറെ ഐഡിയ കിട്ടും. അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. ചിലവരുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് അപ്പൊ തന്നെ. അങ്ങനെ ഒരിക്കലും ഇല്ല. അത് ചോദ്യം തന്നെ ഒരു മണ്ടത്തരാണ്. നിങ്ങൾ പഠിക്കുന്നു, പ്രൊജക്ട് ചെയ്യുന്നു, കുഞ്ഞ് ചെയ്യുന്നു, പിന്നെ നിങ്ങളുടെ ബ്രില്യൻസ് ആണ് എത്ര ഫാസ്റ്റിൽ എത്ര വലിയ പ്രൊജക്ടുകൾ ചെയ്യുന്നത്, എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെയാണ് നിങ്ങളുടെ ഗെയിം ഇരിക്കുന്നത്. ഓക്കെ, ഗുഡ്. ഓക്കെ സാർ. ഇനി ഈ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് ക്ലോസ് ചെയ്തേ. ഇനി നിങ്ങൾ ശരിക്കും ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുറെ ഒരു ഏരിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളാണ് അടുത്ത ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് വരണ്ടേ. ക്ലോസ് ചെയ്യും. ഇനി വേറെ നിങ്ങൾ കോൾ ക്യാമ്പയിൻ ഒക്കെ വാട്സപ്പ് ക്യാമ്പയിൻ ചെയ്തായിരുന്നോ? അതെ ചെയ്തു. കോൾ ക്യാമ്പയിൻ ചെയ്തു. എൻഗേജ്മെന്റ് ചെയ്തോ? എൻഗേജ്മെന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് 3 അതേപോലെ ട്രാഫിക് ചെയ്തായിരുന്നോ? എൻഗേജ്മെന്റ്, പിന്നെ ട്രാഫിക്കിനകത്താണ് വന്നിട്ട് വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് അങ്ങനെ വാട്സപ്പ് ചെയ്തായിരുന്നു. വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് കൊണ്ടുവരുന്ന വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡിഫോൾട്ട് മെസ്സേജ് ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടായിരുന്നോ? സെറ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാം. അവിടെയാണ് നിങ്ങളുടെ ബ്രില്യൻസ്. ക്ലിയർ ആയോ? എന്ത് തരം മെസ്സേജ് ആണ് അവിടെ സെറ്റ് ചെയ്യേണ്ടത്? അതെ, ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാ. നിങ്ങൾ ബാക്കിയുള്ളവർ സുൽഫിയുടെ പോലെ നോക്കണ്ട കേട്ടോ. സുൽഫി പെട്ടെന്ന് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക കുറെ. സുൽഫി ഒരു IT പേഴ്സൺ ആണ്. അപ്പൊ ആള് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണം. അത് നിങ്ങൾ നോക്കണ്ട. മനസ്സിലായി? ബാക്കിയുള്ളവർ നിങ്ങൾ കൃത്യമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് ഡൗട്ടുള്ളവർ ഇവിടെ നോക്കണം. ബാക്കിയുള്ളവരോട് ഞാൻ പറയണേ. ക്ലിയർ ആണോ? നിങ്ങൾ അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ആളൊരു IT പേഴ്സൺ ആണ്. അപ്പൊ ആൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ടക്കെന്ന് കിട്ടും, പിടുത്തം കിട്ടുന്നതാണ്. നിങ്ങൾ അത് നോക്കണം. ആൾ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ അയ്യോ എന്ന് വിചാരിച്ചിരിക്കണ്ടെന്ന്. എനിക്ക് നിങ്ങളെല്ലാവരും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനത് പറയണേ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായ രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഓരോന്ന് ചെയ്ത് എല്ലാവരും ചെയ്ത് അതിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ ക്ലാസ്സിൽ വന്നവരോട് ചോദിക്കണം. ഇപ്പൊ ശ്രുതി തന്നെ ഫേസ്ബുക്ക് പേജ് പറ്റുന്നായിരുന്നില്ല, കുറെ ട്രൈ ചെയ്ത് സക്സസ് ആയത്. അങ്ങനെയാണ് ശരിയാവണേ. ഇനി ശ്രുതിക്ക് നാളെ പേജസ് 1 മണിക്കൂർ മതി. ശ്രുതി ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ വലിയ അതിനുള്ള സംഭവങ്ങളും ചെയ്തിട്ടില്ല. ആഡ്സ് മാനേജ് എല്ലാ വീഡിയോ കയ്യിലുണ്ട്. അത് പോയി അപ്ലൈ ചെയ്യത്രേ ഉള്ളൂ. ഡൗട്ട് നാളെ വരുമ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അതൊന്നും ഓർത്ത് ഒരു പേടിയും പേടിക്കണ്ട. അപ്പൊ നിങ്ങൾ നല്ല ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുക. നാളെ നിങ്ങൾ ചെയ്തൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നല്ല റിയലിസ്റ്റിക് ക്യാമ്പയിൻ ചെയ്യാം. റിയലിസ്റ്റിക്, എല്ലാം കൊണ്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ചെയ്യാം. ഇപ്പൊ ഫാത്തിമയാണ് അങ്ങനെ തന്നെ ചെയ്യാം. ഫാത്തിമയ്ക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതാണ്. അപ്പൊ ഫാത്തിമ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിന് വേണ്ടി പറഞ്ഞ് ചെയ്യാം. ഫാത്തിമ മനസ്സിലായില്ല. ആർട്ടിഫിഷ്യൽ ഗ്രാസിന് വേണ്ടി നല്ല രീതിയിൽ പഠിച്ചിട്ട് വരാം നാളെ. ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് ലൊക്കേഷനാണ്, അതിന് പറ്റിയ ബാനർ എന്താ, പ്രൈസ് എന്താ, അതിന്റെ ഡീറ്റെയിൽസ് എന്താ, അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എഴുതണം നല്ല രീതിയിൽ. ചാറ്റ് GPT ഉപയോഗിക്കാം. ഞാനത് ഫാത്തിമ നാളെ ഹെൽപ്പ് ചെയ്ത് തരാം. എങ്ങനെയാണ് മനോഹരമായിട്ടുള്ള ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആഡ് കോപ്പി. ക്ലിയർ ആയോ? അപ്പൊ നാളെ നിങ്ങൾ നിങ്ങളുടേതായ മേഖലയിൽ ബിസിനസ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ആഡും കാര്യങ്ങളും അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. നാളെ ഞാൻ പഠിപ്പിക്കേണ്ടത് എങ്ങനെ ലീഡ് ജനറേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് ലീഡ് ജനറേഷൻ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് എളുപ്പമാണ്. എങ്ങനെ മറ്റുള്ളവരുടെ ഡേറ്റകൾ എടുക്കുക, ഫോൺ നമ്പർ, ഇമെയിൽ എടുക്കുക എന്നുള്ളതാണ് ലീഡ് ജനറേഷൻ. ക്ലിയർ?
യെസ് സർ. ഇൻട്രസ്റ്റിംഗ്. യെസ്. ഇതെല്ലാവരും നാളെ ചെയ്തിട്ട് വരാം, നാളെ നോക്കിയിട്ട് വരാം. ഈ ക്യാമ്പയിൻസും കാര്യങ്ങളും ഞാൻ പേഴ്സണലി പറയണത്, നിങ്ങൾ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ പേഴ്സണലി അത് തുടക്കം കുറച്ചുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എനിക്കറിയില്ലായിരുന്നു ഈ ക്വാളിഫിക്കേഷൻ അല്ല ഡെസിഗ്നേഷൻ വച്ചിട്ട് ടാർഗറ്റ് ചെയ്യാന്ന്. എനിക്കറിയില്ലായിരുന്നു അത്. ഞാൻ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം അതിലുണ്ടെന്ന്. പിന്നീടാണ് ഞാൻ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതാണ് ഈ ക്ലാസ് എടുക്കുമ്പോഴുള്ള ഗുണം. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് പല കാര്യങ്ങളും പുതിയത് അപ്ഡേറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് ശരിക്കും. അതുകൊണ്ടാണ് രാത്രി എടുക്കുന്നത് ഈ ക്ലാസ്. രാവിലെ ഫുൾ പ്രൊജക്റ്റും കാര്യങ്ങളാണ്. അത് എനിക്ക് ക്ലാസ് എടുക്കുന്നത് ഹെൽപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ എനിക്ക് അറിയില്ല ഇങ്ങനത്തെ സാധനം. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്നപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആ ഓപ്ഷനാണ് എഡ്യൂക്കേറ്റേഴ്സിന് ഉപയോഗിക്കുന്നത്. ഞാൻ എഡ്യൂക്കേറ്റേഴ്സിന്റെ സിഇഒനെ എംഡിക്കാരൻ മാത്രം ടാർഗറ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ഈ സാധനം അപ്ലൈ ചെയ്യണം. ക്ലിയർ ആയോ? അതെ സർ, ക്ലിയർ ആണ്. നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്യരുത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നാളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവരും ചെയ്തിട്ട് വരാം. കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാം. ടൂൾ നിങ്ങളുടെ കയ്യിൽ കടന്ന് ഇത് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇമേജ് എടുത്ത് അതെടുത്ത് എഡിറ്റ് ചെയ്ത്. ഇപ്പൊ നേരത്തെ സുൽഫി ചോദിച്ചത് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മാറ്റാം, എഡിറ്റ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാത്തിനും എഡിറ്റ് പഠിപ്പിച്ചത്, എഡിറ്റ് ചെയ്യണം, കണ്ടന്റ് ഇടുന്നുള്ളത്. ഇനി ഒന്നുമില്ല. അത് നിങ്ങളൊരു ക്യാമ്പയിൻ ആക്കി സ്ക്രീനിന്റെ ലെഫ്റ്റില് ഈ കണ്ടില്ലേ അവിടെ ഫ്യൂച്ചർ പ്രൂഫ് യുവർ സ്കിൽ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ കണ്ടോ? ആ ക്യാമ്പയിനും ആ ഓഫ് ഓൺ ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്ത് ത്രോള് ഓഫായി. സുൽഫിക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ ഓൺ ചെയ്ത് ത്രോള് പരിപാടി എഡിറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, ഓഫ് ചെയ്ത് ഓഫ് ചെയ്യുക. ആ സ്ക്രീനിന്റെ ലെഫ്റ്റില് ഒരു കുറെ ഡോട്ടുകൾ ഉണ്ടില്ലേ, കുറച്ചും കൂടി മുകളിൽ ലെഫ്റ്റ്, കുറച്ചുകൂടി ലെഫ്റ്റ്. അതിന്റെ താഴെ ക്യാമ്പയിൻസ് ക്യാമ്പയിൻസ് അല്ല, ക്ലിക്ക് ചെയ്യണ്ട. അതിന്റെ താഴെ കണ്ട ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്. ഇതാണ് ബില്ലിംഗ്. ആ ബില്ലിംഗ് ക്ലിക്ക് ചെയ്യുക. ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്. സർ, ഒരു എമൗണ്ട് ഇട്ടാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? അതും പറ്റും. സെയിം എമൗണ്ട് തന്നെ മതി വാട്സാപ്പിൽ പ്രൊമോട്ട് ചെയ്യാൻ? എക്സ്ട്രാ ഒന്നുമില്ല, ഒക്കെ സെയിം. ആ ഒരു പോപ്പപ്പ് ക്ലോസ് ചെയ്ത് അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ആണോ, സെറ്റപ്പ് യുവർ അക്കൗണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഡെബിറ്റ് കാർഡ് വേണോ, UPI വേണോ, നെറ്റ് ബാങ്കിങ് വേണോ? നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുക. ബാങ്കിലേക്ക് പോകണോ, 1000 ഇട്ട് കൊടുക്കുക. ക്യാമ്പയിൻ ലൈവ്. ക്ലിയർ ആയോ? ഇതൊന്നും വലിയ സംഭവമില്ല. ഇതൊന്നല്ല പേയ്മെന്റ്. നിങ്ങൾ തുടക്കുന്നുണ്ട് എല്ലാവർക്കും. നിങ്ങൾക്ക് ക്യാമ്പയിൻ ചെയ്യണം ചെയ്യുന്നുള്ള ഒരു ആവേശം ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല ഇമേജ് വേണം, കണ്ടന്റ് വേണം, ക്ലയന്റിനെ കുറിച്ച് പഠിക്കണം, എന്നൊക്കെ വേണം ചെയ്യാൻ. നമ്മളിങ്ങനെ പൈസ ഇട്ട് കൊടുത്തു, പക്ഷെ ഫേസ്ബുക്കിൽ ഇപ്പൊ നമ്മൾ ആരും ഫോളോ ചെയ്തിട്ടില്ല, നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മളെ, അല്ലാതെ തന്നെ ഇത് എല്ലാവരുടെ ഫോണിലേക്ക് എത്തുമോ? എങ്ങനെ നമ്മൾ പൈസ ഒക്കെ കൊടുത്തു, ഒക്കെ സെറ്റ് ആക്കി വെച്ചു. ഫേസ്ബുക്കിൽ ഇപ്പൊ ആരെയും നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല, നമ്മൾ അങ്ങോട്ടും ആരെയും ആയിട്ടില്ല, ഒക്കെ 0 ആയിട്ട് കിടക്കാണ്. പക്ഷെ നമ്മൾ ഈ ചെയ്ത ആഡ്സ് എല്ലാവരിലേക്കും എത്തുമോ എന്നാണ് ചോദിക്കണത്. എന്താ പൊന്നോ, നമ്മൾ ചെയ്യുന്നത് പെയ്ഡ് പ്രൊമോഷൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അതിനെ ഒന്നും കൂടി മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം. കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മള് അതാണ് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇത്ര ദിവസത്തെ ക്ലാസ് വേസ്റ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞു കാര്യം നമ്മുടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കാര്യമാണത്. നമ്മുടെ ഡെയിലി ബഡ്ജറ്റ് നിങ്ങളുടെ ഫാത്തിമ 500 രൂപ ഇട്ടു. അത് ക്ലിയർ ആണല്ലോ? നിങ്ങളുടെ സ്ഥലം എവിടെ പറഞ്ഞു? വളാഞ്ചേരി. നിങ്ങള് വളാഞ്ചേരി ടാർഗറ്റ് ചെയ്തു. അപ്പൊ വളാഞ്ചേരിയിൽ ടാർഗറ്റ് ചെയ്തപ്പോൾ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് കാണിക്കുന്നുണ്ട് 50,000 ആൾക്കാരുണ്ടെന്ന്.
അത് ക്ലിയർ ആയല്ലോ? ക്ലിയറായി. 50,000 ആൾക്കാർ നിങ്ങളുടെ വളാഞ്ചേരി ലൊക്കേഷനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ബഡ്ജറ്റ് എത്രയാ പെർ ഡേ? 500 ആണ്. ക്ലിയർ? അപ്പൊ അതിൽ വേറെ ഞാൻ കാണിച്ചു തന്നായിരുന്നു, എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട് ഞാൻ കാണിച്ചു തന്നായിരുന്നത്. എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ടിൽ പറഞ്ഞേക്കാണ് 500 രൂപ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒരു ദിവസം 5000 പേര് നിങ്ങളുടെ ആഡ് കാണുമെന്നാ പറയണം. അതാണ് എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനില് അവര് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോ നിങ്ങളുടെ ആഡ് അവർ കാണും. അതിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അവർ നമ്മളെ ഫോളോ ചെയ്യണം, നമ്മൾ അവരെ ഫോളോ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഹാപ്പി ആയോ? അതാണ് പൈസ കൊടുക്കുന്നത്. ബാക്കി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. മനസ്സിലായ കാര്യമാണ്, കുഞ്ഞു കാര്യമാണ്. കുഞ്ഞിതൊന്നുമല്ല ഫാത്തിമ. നിങ്ങളത് എന്തും ചോദിച്ചോളൂ. ചില ചോദ്യങ്ങൾ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന റിയാക്ഷൻ ചിലപ്പോൾ ചിരി അങ്ങനെയൊക്കെ വരുന്നതാണ്. അത് നിങ്ങൾ കെയർ ചെയ്യണ്ട. കാരണം നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ എന്തും ചോദിച്ചോളൂ. എനിക്ക് പറഞ്ഞുതരാൻ ഇഷ്ടമാണ്. ഓക്കെ. ചിലപ്പോൾ ബാക്കി ആർക്കെങ്കിലും ഇതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവർ ചോദിക്കാത്തതായിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കും. ഒരാളെ പോലെ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ബാക്ക്ഗ്രൗണ്ടാണ്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ കാണാൻ പോകുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ഓഫ്ലൈനിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മടി വരും. എനിക്ക് വരും, നിങ്ങൾക്ക് വരില്ലേ? ഒരു മണ്ടത്തരം ചോദിക്കാൻ ഒരു പേടി ഉണ്ടാവും. കുറച്ച് പേരെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഉണ്ടാവോ? കുറച്ച് വിവരമുള്ളവർക്ക് ഉണ്ടാവും, ഒരു പേടി വരും. ഞാൻ ചോദിക്കുന്നു മണ്ടത്തരം ആവുന്നു. ഒരു പ്രാവശ്യം ചോദിക്കും, മണ്ടത്തരം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ വരുമ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. മനുഷ്യ സഹജമാണ്. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ? അപ്പൊ ധൈര്യമായിട്ട് ചോദിക്കാം. ഫാത്തിമയുടെ ഡൗട്ട് വളരെ വാല്യുബിൾ ഡൗട്ടാണ്. ഇതേ ഡൗട്ട് ഇന്ന് ഞാൻ കോളേജിൽ ക്ലാസ് എടുത്തപ്പോൾ ആ കുട്ടി ചോദിച്ചൊരു കുട്ടി ഇതേ ഡൗട്ട് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതേ കഥ പറഞ്ഞോട്ടെ. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ക്ലിയർ. വെരി ഗുഡ്. അപ്പൊ ഹൃദിക്ക് ഇടയ്ക്ക് ഇത്തിരി ഉഴപ്പുണ്ട് കേട്ടോ. അത് ശരിയാക്കണം. നെറ്റ് ശരിയാക്കണം. STC പറഞ്ഞിട്ടുള്ളത് അത് മാറ്റിയിട്ട് വേറെ നോക്കുന്നുണ്ട് ഇവിടെ എടുക്കാൻ. ഉടനെ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നാളെ കാണാം. താങ്ക് യു.